പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നാം വായിക്കുമ്പോൾ ജീവിതം തകർന്ന ഒരു സഹോദരിയെ, പാപിനിയായ ഒരു സഹോദരിയെ യഹൂദ മത നേതാക്കന്മാർ കയ്യിൽ കല്ലുമെടുത്ത് പിടിച്ച് ഓടിച്ചു കൊണ്ടുവന്ന് യേശു കർത്താവായിരുന്ന ദേവാലയത്തിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി. ആലയത്തിൻ്റെ നടുവിൽ ആരാധനയുടെ മധ്യയിൽ ജനത്തോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ അരികിൽ അവളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ സമൂഹം ചോദിക്കുകയാണ്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമോ വേണ്ടയോ? മോശയും ന്യായപ്രമാണവും ഇവളെ കല്ലെറിയണം, വ്യഭിചാരികളെ കല്ലെറിയണം എന്നാണല്ലോ പഠിപ്പിക്കുന്നത്. എന്താണ് നിന്റെ അഭിപ്രായം എന്ന് യേശുവിനോട് പരീക്ഷിച്ച് ചോദിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് കർത്താവിനെ കുടുക്കുവാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമായിരുന്നു. കാരണം അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ യേശു കർത്താവ് അനുവാദം കൊടുത്തിരുന്നു എങ്കിൽ ഈ സമൂഹം പറഞ്ഞുണ്ടാക്കിയനെ യേശു കർത്താവ് പാപികളുടെ രക്ഷകനല്ല എന്നുള്ളത്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലരുത് എന്ന് യേശു കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ ഈ സമൂഹം പറഞ്ഞുണ്ടാക്കിയനെ, അല്ലെങ്കിൽ പ്രസിദ്ധമാക്കിയനെ അവൻ ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത ദുരുപദേശകനെന്ന്. എറിഞ്ഞു കൊല്ലുവാൻ പറഞ്ഞാലും യേശു കർത്താവിനെ അവർക്ക് കൊടുക്കാൻ കഴിയും, എറിഞ്ഞു കൊല്ലരുതെന്ന് പറഞ്ഞാലും യേശുവിനെ അവർക്ക് കൊടുക്കാൻ കഴിയും. ഇതൊരു വ്യക്തമായ പ്ലാനിംഗ് ആണ്, ഇത് വ്യക്തമായ ഒരു അജണ്ടയാണ്. എന്നാൽ ശത്രുവിൻ്റെ പ്ലാനിങ്ങിനെ, ശത്രുവിൻ്റെ അജണ്ടകളെ പുത്രനായ ക്രിസ്തു ഒരൊറ്റ വാക്കിലൂടെ തകർക്കുകയാണ്. നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. ആ ഒരൊറ്റ വാക്കിൻ്റെ മുമ്പിൽ അവരുടെ പദ്ധതികൾ മുഴുവൻ പൊളിഞ്ഞ് താഴെ വീഴുകയായിരുന്നു. നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു സത്യം അറിയിക്കുകയാണ്. ശത്രു നിങ്ങൾക്കെതിരെ എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും, എത്രയധികം ഗൂഢാലോചനകൾ നടത്തി പ്ലാൻ ചെയ്താലും അതിനെയൊക്കെയും പൊളിച്ചു കളയുവാൻ പുത്രനായ ക്രിസ്തുവിന് കഴിയും. അവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവമാണ്. ഈ വ്യഭിചാരിയായ പാപിയായ ജീവിതം തകർന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുരുഷന്മാരെ, ഒരുപാട് മനുഷ്യരെ അവൾ കണ്ടിട്ടുണ്ടെങ്കിലും അവളുടെ ജീവിതത്തിൽ ആദ്യമായി പാപമില്ലാത്ത പവിത്രനായ പരിപാവനനായ ഒരു മനുഷ്യനെ അവൾ കാണുകയാണ്. അവനെ നോക്കി അക്ഷരം തെറ്റാതെ അവൾ വിളിക്കുന്നു, കർത്താവേ, മൈ ലോർഡ്. അതെ, എൻ്റെ കർത്താവ് പാപികളുടെ രക്ഷകനായതുകൊണ്ടാണ് അവൻ എൻ്റെ കർത്താവായി തീർന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിത്തീരുന്നു. ഈ പാപിനിയായ സ്ത്രീ വന്നതുപോലെയല്ല അവൾ മടങ്ങിപ്പോകുന്നത്. അവളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി, അവളുടെ ജീവിതത്തിന് വഴിത്തിരിവുണ്ടായി, അവളുടെ ജീവിതം ഒരു അത്ഭുതമായി. നിങ്ങളെയും യേശുവിനൊരു അത്ഭുതമാക്കി തീർക്കുവാൻ കഴിയും. യേശു കർത്താവിന് കഴിയും. വിശ്വസിക്കുക, ആ കർത്താവിലേക്ക് വരിക.